ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയവനെ എങ്ങാനും എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ അവനെ കുനിച്ചേർത്ത് കൂമ്പറിട്ടിടിക്കണം. സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഒരു ടോറയുടെ അകത്തോടെ വാവ്. ട്രിപ്പ് പോകാൻ, അതും സോളോ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ട്രിപ്പ് പോകാൻ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. അങ്ങനൊക്കെ മര്യാദക്കുള്ള വഴി കാണിച്ചെന്ന് എന്താ കുഴപ്പമല്ലോ, ശരിയാണല്ലേ കാര്യം. അപ്പോൾ ഞാൻ ഒരുപാട് കട്ട ഓഫ് റോഡിങ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ഫൺ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ചെറിയൊരു പേടി പോലെ തോന്നും. ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചില്ലേ ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് നമ്മളെ ഇട്ട് വട്ടം കറക്കും. സോ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു വഴിയേ കാണിക്കുന്നില്ല. ആൻഡ് ഞാൻ ഗൂഗിൾ മാപ്പിനെ കറക്കി തിരിച്ച് എവിടെയായിരുന്നോ ഞാൻ റൈറ്റ് ടേൺ എടുത്ത് അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് ഞാൻ ഇപ്പോൾ നിലവിൽ അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഈ വഴി കയറി വന്നത് തന്നെ. ആൻഡ് ഈ വഴി അങ്ങനെ ഒരുപാട് ഓഫ് റോഡിങ് എന്ന് പറയാനില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ വ്യൂ പോയിന്റിൽ വന്നു കണ്ടല്ലോ, ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒരു റൈറ്റ് ടേൺ കാണിക്കുക, അവിടെ ഒരു അമ്പലം പോലെ ഉണ്ട്, അവിടെ നിന്ന് നേരെ അങ്ങ് കയറിയാൽ മതി. ഇത്രയും നമ്മളെ വട്ടം ചുറ്റിച്ചിട്ട് എൻ്റെ പൊന്നോ. ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയവനെ എങ്ങാനും എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ അവനെ കുനിച്ചേർത്ത് കൂമ്പറിട്ടിടിക്കണം. എവിടെ നോക്കിയാണ് ഇപ്പോൾ മാപ്പ് കണ്ടുപിടിച്ചത്? ഒരു വഴിക്കടെ നേരെ പോകേണ്ടടുത്ത് വളഞ്ഞ് ചുറ്റി കറക്കി നമ്മളെ ഒരു പരുവാക്കുന്നത് തേണ്ടി. അവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ അവനെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലണം. ഫൈനലി ഗായ്സ്, നമ്മൾ സത്രത്തിൻ്റെ ഫൈനൽ പോയിന്റിലെത്തി. ഇത് ആക്ച്വലി ഫ്ലൈറ്റിൻ്റെ റൺവേ ആണ്. ഒരൊറ്റ ഫ്ലൈറ്റ് എങ്ങാണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഫ്ലൈറ്റിൻ്റെ റൺവേ ആണ് ഇവിടെ. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ഫ്രം ഹിയർ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. ഓഫ് റോഡിങ് നിങ്ങൾ കണ്ടു കാണും, ബട്ട് ഒരുപാട് കട്ട ഓഫ് റോഡിങ്ങില്ല, ബട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. ആൻഡ് ഈ റൺവേയിൽ ഒറ്റ പ്രാവശ്യം ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളൂ, വേറൊരു ഫ്ലൈറ്റും ഇറങ്ങിയിട്ടില്ല. സോ അവിടെ ഏതോ ഒരു പോയിന്റ് ഞാൻ കാണുന്നുണ്ട്. ഐ തിങ്ക് അവിടെ വരെ പോകാൻ തോന്നുന്നു, ബട്ട് ഇത് ലോ ആണ് അവിടെ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്, ലിറ്ററലി അമേസിങ്. ഇതിലല്ലേ ഇനി വഴിയുള്ളൂ. ഇതിൽ നമ്മളിവിടെ നിന്ന് ആക്ച്വലി വിടുവാണ്. ബിക്കോസ് അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് എന്താ പറയുക
പോകുന്നത് കുറച്ച് ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നും എനിക്കുണ്ട്. ഇവിടുത്തെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ഡേഞ്ചർ എന്ന് പറയുമ്പം ഏകദേശം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഗിയറിലെ കയറി പോരുള്ളൂ. സോ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ. സോ അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ആക്ച്വലി ഞാൻ സോളോ ആയിട്ട് വന്നുകൊണ്ടാണ് ഒരുപാട് റിസ്ക് എടുക്കാത്തത്. ഒരാളും കൂടെ കൂടെ ഉണ്ട്, ഒരു ബൈക്കറും കൂടെ ഉണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചുകൂടെ റിസ്ക് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തേനെ. ബിക്കോസ് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹെൽപ്പ്. അപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ആണെങ്കിലും ഒരു മടുപ്പ് വരും. മടുപ്പിന് മാത്രമല്ല, ആക്ച്വലി നമുക്കാണേലും ഒരു എന്താ പറയുക, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു പോയിൻ്റ് ഓഫ് വ്യൂ വരെ നമുക്കൊരു ധൈര്യവും കിട്ടും. അപ്പോൾ ബേസിക്കലി ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഒരുപാട് ഇത് പിടിക്കാത്തത്. ബിക്കോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല. അവൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡിലോട്ട് വണ്ടി ഇറങ്ങിപ്പോയാലും നമുക്ക് തന്നെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നാമത് ബൈക്കേറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പണി കിട്ടിയാൽ നല്ല പണിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. സോ ഇതിൽ കൂടുതൽ ഇനി കാണാനൊന്നും ഇല്ലെന്ന് തന്നെയാണ് പുള്ളിയും പറഞ്ഞപ്പോൾ. താഴെ ചെന്നാലും നമുക്ക് ഈ മുകളിൽ ചെറിയ വ്യൂസേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഏറ്റവും നല്ല രീതിയിലുള്ള വ്യൂസ് കാണാം. ഞാൻ അവിടെ ഒരു ലോക്കലിൽ മറ്റേ ജീപ്പ് ഓടിക്കുന്നൊരു പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റുന്ന അവിടെ നിന്നാണ്. പിന്നെ ഉള്ളത് താഴോട്ട് പോയി കഴിഞ്ഞിട്ട് വലിയ വ്യൂ ഒന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ്. നമ്മൾ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ മുകളിലോട്ട് നല്ല കുറച്ചുകൂടെ ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ളൊരു വ്യൂസേ ഉള്ളതെന്നാണ് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. സമയം ഇപ്പം നിലവിൽ 3:30 നമ്മളെപ്പോൾ വീട്ടിലെത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ട്രിപ്പ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു. ആൻഡ് വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചാൽ 108.9 കിലോമീറ്റർ സോഫാർ സോ ഗുഡ് നമ്മൾ ഓടിച്ചു. മൈലേജ് 37.4 കാണിക്കുന്നത്. സോ അറൗണ്ട് ഒരു 30-33 കിട്ടി കാണുമായിരിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷെ പറയാൻ പറ്റത്തില്ല, കാരണം ഇത്ര ഓഫ് റോഡും കാര്യങ്ങളും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. സോ അതുപോലെ തന്നെ ഈ ഒരു വഴിയിലാണെങ്കിൽ ഇതുകൊണ്ടോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ വഴിയിൽ നിറച്ച് കല്ലാണ്. വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക. ജീപ്പുകാർ ഒരന്തവും കുന്തവും ഇല്ലാതെ വരുള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അവരൊട്ടും ശ്രദ്ധിക്കില്ല. അതുപോലെ സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സൈഡ് ചേർന്ന് പോകാനും പറ്റത്തില്ല, കാരണം സൈഡിൽ വളരെ വലിയ വലിയ കല്ലുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പുറത്തുള്ള ഈ ഒരു ഇതിലേക്കൂടെ നമുക്ക് പോകാനും പറ്റുള്ളൂ. അതാണ് പ്രശ്നം. സോ നോക്കിയാൽ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബ് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈബ് സെറ്റ് സ്ഥലം. വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അത്യാവശ്യം നല്ല പോലെ തണുപ്പായിട്ടുണ്ട്, നല്ല പോലെ കോട ഇറങ്ങുന്നുണ്ട്. സോ കോട ഒരുപാട് കൂടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുട്ടിക്കാനം എത്തണം. സോ മാക്സിമം അതാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ കുട്ടിക്കാനം എത്തണം. സോ ഇവിടെ നിന്ന് കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അയ്യോ എൻ്റെ കൊമ്പ് നോക്കി. സോ പക്ഷേ അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക വൈബും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിപൊളി സെറ്റ് സ്ഥലം. സോ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ്. എനിക്കെന്തായാലും വന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സമയം 3:30 3:30 അല്ല 3:36 ആൻഡ്
തണുക്കുന്നുണ്ട് നല്ല പോലെ ഗൈസ്. പൊളിയായിട്ട് കോട കയറി. ലുക്ക് ഒന്നും കാണത്തില്ല, അമ്മാതിരി കോട കയറി. സോ അടിച്ചു വിട്ട് പോകേണ്ട വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് മുമ്പേ റെസ്റ്റ് എടുക്കാൻ നിന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കോടയുടെ അകത്തേടെ വാവ്, ഫ്രഷ് ഓക്സിജൻ, നല്ല തണുത്ത അടിപൊളി കാറ്റ്. വാവ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി വ്യൂ. സെറ്റ്, എന്തൊക്കെ പറഞ്ഞാലും സെറ്റ്. കുറേ നാൾ കൂടിയാണ്, കാരണം അന്ന് ലാസ്റ്റ് ടൈം മറയൂർ പോയപ്പോഴാണ് ഇത്രയും കോടയും കാര്യങ്ങളും. അതിനുശേഷം ഇന്നാണ് ഇതുപോലെ കോട കിട്ടുന്നത്. സോ പശു വന്നത് കണ്ട ഗൈസ്, ഒരു സെക്കൻഡത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ഞാൻ വിളിച്ച വണ്ടിയെ വല്ല ഒന്ന് കുത്തുവന്ന്, അമ്മാതിരി പേടിച്ചു പോയി ഞാൻ. സോ ഇവിടെ നല്ല പോലെ അടിപൊളിയായിട്ട് ഫോഗ് കയറിയിട്ടുണ്ട്, നല്ല പോലെ ഫോഗ് കയറിയിട്ടുണ്ട്. ആൻഡ് റോഡ് കണ്ടല്ലോ, ഇതുപോലെ സിഗ്സാക്ക് റോഡാണ്. പിള്ളേരെല്ലാം ഡ്യൂക്കിന് തിരിഞ്ഞു നോക്കുന്നു. വാവ്, ഇവരൊട്ടും പേടിയില്ലല്ലോ, പേടിയില്ലാത്തവൻ. പക്ഷേ അടിപൊളിയാട്ടോ ഇന്നത്തെ ട്രിപ്പ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ലാസ്റ്റ് മറയൂർ വട്ടവടയൊക്കെ പോയപ്പോഴായിരുന്നു ഇതുപോലെ കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇന്ന് മഴയായി, കോടയായി, അടിപൊളി വൈബ്, സെറ്റ് വൈബ് ഗൈസ്, സെറ്റ് വൈബ്. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ദിസ് റൈഡ്. കാരണം എനിക്ക് എത്ര ബൈക്ക് ഓടിച്ചാലുണ്ടല്ലോ, എത്ര ബൈക്ക് ഓടിക്കുമോ അത്ര ഞാൻ ഹാപ്പി ആവും. കാർ ഓടിച്ചാൽ ഞാൻ അത്ര ഹാപ്പി ആവത്തില്ല. ബൈക്കിൽ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ലെവലാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാർ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഒരു വ്യക്തിയല്ല, കാറ് ഞാൻ ഓടിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് കാറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ട്രിപ്പ് പോകാൻ, അതും സോളോ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ട്രിപ്പ് പോകാൻ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. ബൈക്കിൽ ഞാൻ കംഫർട്ടബിൾ ആകുന്ന പോലെ ഞാൻ കാറിൽ കംഫർട്ടബിൾ ആകത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ഐ റിയലി ലൈക്ക് ബൈക്സ്. ബൈക്കിൽ ട്രിപ്പ് പോകുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതൊരു പ്രത്യേക വൈബുമാണ്. എനിക്ക് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. എനിക്ക് ബൈക്കിൽ എത്ര ഓടിച്ചാലും ഒരു മടുപ്പില്ല. അതുപോലെ ഒരു സ്പെഷ്യൽ എനർജിയാണ് ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ. സോ ലുക്ക് അറ്റ് ദിസ്, അടിപൊളി ക്ലൈമറ്റ് ഗൈസ്, അടിപൊളി, നെക്സ്റ്റ് ലെവൽ, A1 സൂപ്പർ. വാവ്, ചെറിയൊരു പട്ടിക്കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ട്. എല്ലാവരും ക്യാമറയിലോട്ടാണ് നോക്കുന്നത്. എല്ലാവരും, ഈച്ച് ആൻഡ് എവരി വൺ ക്യാമറയിലോട്ടാണ് നോക്കുന്നത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. ആക്ച്വലി ആ ആൾക്കാരിങ്ങനെ വ്ളോഗേഴ്സിനെ ഇങ്ങനെ കാണാറില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്നൊന്നും എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ട്, ഒരുപാട് പേര്. സോ ഇവിടെ ഐ തിങ്ക് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് ഫ്രണ്ടിൽ നിന്ന്, ഇവിടെ നല്ല. സോ സർപ്രൈസിംഗ്ലി ഇവിടെ നമ്മുടെ KSRTC സർവീസ് നടത്തുന്നുണ്ട് ഗൈസ്. നോക്ക്, എൻ്റെ ഫ്രണ്ടിൽ KSRTC. ആൻഡ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെയും KSRTC സർവീസ് ഉണ്ട് എന്ന്. ബട്ട് എവിടെ നിന്നാണ് ബസ് കാര്യങ്ങൾ ഐ ഡോണ്ട് നോ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലല്ലോ. ബട്ട് ഇറ്റ് വാസ് റിയലി എ ബിഗ് സർപ്രൈസ് ഫോർ മീ. സോ ലുക്ക്, എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. 360 പൊക്കി വെക്കാനും പറ്റത്തില്ല, കാരണം ഒരുപാട് ഗട്ടറുള്ള റോഡാണ്, പോട്ടോൾസ് ഭയങ്കര കൂടുതലാണ്. സോ ഞാനവിടെ പുറകെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിലേ നേരെ പൊക്കോളാൻ പറഞ്ഞു, കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇതിലേ പോകാമെന്ന് വെച്ചു. ഒന്ന് ചുറ്റിയേക്കാം, ആ സെയിം ഓഫ് റോഡിൽ കൂടെ പോകുന്നേക്കാളും നിങ്ങൾക്ക് പുതിയ വഴികൾ കാണാമല്ലോ, അങ്ങനെ ഓർത്തു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇതിലേക്ക് പോകുന്നു. ഇനി ഇതിലെ വല്ല ഓഫ് റോഡ് ഷോർട്ട് കട്ടും കയറേണ്ട വരുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ എന്തായാലും. അത്യാവശ്യം ഇപ്പം ഇത്രയും നേരവും ഇതുപോലെ ടെർമാക്ക് റോഡാണ്. ഇടയ്ക്ക് പോട്ടോൾസും കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെർമാക്കാണ്. വലിയ കുഴപ്പം എനിക്കിതുവരെ വന്നില്ല. ബട്ട് ലെറ്റ്സ് സീ. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന ഓഫ് റോഡ് വഴി തന്നെ നമ്മൾ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഞാൻ നോക്കുന്നുണ്ട്, ബിക്കോസ് പുള്ളി പറഞ്ഞ നേരെ പോവുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഏതൊക്കെയോ വഴിയാണ് കാണിക്കുന്നത്, ആകെ കൺഫ്യൂസിങ് ആയിട്ട്. സോ ഐ എം ഗോണ ചെക്ക്, ആരോടെങ്കിലും ചോദിക്കണം തിരിയുന്നതിന് മുമ്പായിട്ട്. എന്തായാലും നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു സൈഡൊന്നും ഇല്ലായിരുന്നു, പിന്നെ അത് വേറെ ഏതോ ഒരു വഴിയാണ് കാണിക്കുന്നതും. സോ അതുകൊണ്ടൊരു ശക്കല എനിക്കൊരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. വേറെ വല്ല പാതാളത്തിലും പോയി ചെന്ന് കയറുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ ലാസ്റ്റ് ടൈം കണ്ടില്ലേ,
10 കിലോമീറ്റർ 12 കിലോമീറ്റർ കറക്കി മനുഷ്യനെ നടുപിടിക്കാൻ നോക്കിയ ടീമാണ് ഗൂഗിൾ മാപ്പ്. സോ ഇതൊക്കെ ആക്ച്വലി ഇതിന് ആപ്ലിക്കേഷന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവന് കുറച്ചൊക്കെ എങ്കിലും ഒരു ബോധമുള്ളവനെ പിടിച്ച് വല്ല ജോലിക്ക് നിർത്താനുള്ളവന്. അല്ലാതെ ഇതിലേ പോകേണ്ട വഴിക്ക് 10 കിലോമീറ്റർ അപ്പുറേക്കടെ കറങ്ങി അടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഏതവനെ സഹിക്കും? ഇവനൊക്കെ പെട്രോളിൻ്റെ കാശ് ഇവൻ തരുമോ? 106 രൂപയാണ് കാശ് പെട്രോളിന് വില. 106, 1-2 രൂപയല്ല, 10 രൂപയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. 106 രൂപയാണ്. അത്രയും രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ കത്തിക്കുന്നതിന് പെട്രോൾ ഇത്രയും കത്തിക്കണ്ടേ? എത്ര കിലോമീറ്റർ ഓടുന്നോ അത്രയും കത്തുമല്ലേ? അപ്പോൾ പിന്നെ ഇവനൊക്കെ മര്യാദക്കുള്ള വഴി കാണിച്ചെന്നാൽ എന്താ കുഴപ്പമെന്നോ? ശരിയാണല്ലേ ഗൈസ്? നിങ്ങൾക്ക് ഓഫ് റോഡിങ് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു വഴിക്കടെ നിങ്ങൾക്ക് പോരാവുന്നതാണ്. ആൻഡ് ഇവിടെ അധികം ഓഫ് റോഡിങ് ഒന്നുമില്ല, ചെറിയ പോട്ട് ഹോൾസേ ഉള്ളൂ. പുള്ളി പറഞ്ഞ വഴി രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിങ് ഒന്നും വന്നില്ല. ആൻഡ് സോ ഫാർ സോ ഗുഡ്. വഴി ഇങ്ങോട്ട് കയറിയപ്പോൾ വഴി നല്ല അടിപൊളിയായി. ഫുഡ് ബ്രേക്ക്, കുഴിമന്തി എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കയറി അതേ ഹോട്ടലിൽ തന്നെ കയറിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു, ചായ കുടിക്കാൻ വേണ്ടി. കാരണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് വലിയ റെസ്റ്റോറൻറ്റ് വേണമെന്നില്ല. വേറൊന്നുമല്ല കേട്ടോ ഹോൺ അടിക്കുന്നത്. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും ഉമ്മാർ നോക്കത്തില്ല. അതാണ് പ്രശ്നം. Do some archbishop. Been a school them from when me in a khaki shot. Liverpool couldn't test the way me raw sit up quick draw. Him drop and can't get up. Him not fast enough for my problem that you never solve. Send for the Dan race for a firestorm, cause I turn into a monster. Ready for the war, better with your flag. None of them boy they no bad. None of them boy, they no bad. Bad ones in power, do some archbishop. Them no bad. School them from me in a darkish. Them no bad. Fool couldn't test the way me raw sit up the drop. Enough and can't meet up, no fast enough for my problem that you never solve. Send for the damn race for your firestorm, cause I turn into a monster. Ready for the war, better with your phone. None of them boy, they no bad. Left a mark, young gog on a regular. Me say them hardly ready. Them a new type of artillery. We a bus and a Tom and Jerry. Out the blue I hit you with a airstrike. Them not bad like me air nice. It's a rare sight, yeah. Steady aim with precision, make the vision with a clear sight. Better go get your affairs right. Them boy they no bad. None of them boy, they no bad. Road back, live with my bar. If you mark, them no bad. On the regular, me see them hard, them no bad. Me a new type of artillery. Me a bust, and a Tom and Jerry. Out the blue, you with the airstrike, them no bad. Me every night, no bad, clear sight. Steady aim, them no bad. And it's the vision, with a clear sight. Better to get your fit, them boy, they no bad. നമ്മൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തു. ബിക്കോസ് ബ്രേക്ക് എടുത്തില്ലെങ്കിൽ ശരിയാവുമല്ലോ ഗൈസ്. അത് കാരണം ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഓഫ് റോഡ് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകാൻ പറ്റുന്ന വഴിയായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിക്കുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം എക്സ്ട്രാ കിലോമീറ്റർ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വഴിയാണ്, കയറ്റവും ഇറക്കവുമാണ്. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിനനുസരിച്ച് വരിക. 1 ലിറ്റർ വെള്ളം അവിടെ നിന്ന് മുകളിൽ ചെന്നിട്ട് ഒറ്റ 1 ലിറ്റർ വെള്ളം അങ്ങോട്ട് കുടിച്ചായിരുന്നു. ബട്ട് സോ ഫാർ സോ ഗുഡ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും, അതുപോലെ തന്നെ വ്യൂ ഒക്കെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ. എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ ലെവലാണ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ സെയിം ഡ്യൂക്കാണ്, ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ അത് തന്നെ സെയിം ഡ്യൂക്ക് 200. ബട്ട് ഐ തിങ്ക് പഴയതാണോ പുതിയതാണോ ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് അങ്ങനെ ടെയിൽ ടൈഡി താല്പര്യമില്ല ഗൈസ്. കാരണം എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ വണ്ടി കുറച്ച് സ്റ്റോക്കിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മാറ്റാറില്ല. സോ ഇത് സെയിം വണ്ടി തന്നെ, സെയിം വണ്ടി തന്നെ ഗൈസ്. സോ ഇവിടെ നിന്ന് കുട്ടിക്കാനം ഏകദേശം എനിക്ക് ഐ തിങ്ക് അറൗണ്ട് 12-13 കിലോമീറ്റർ ഉണ്ട്. സോ ഫാർ സോ ഗുഡ്. വണ്ടിയുടെ പെർഫോമൻസിലൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ കുട്ടിക്കാനം ടൗൺ കഴിഞ്ഞു. കുട്ടിക്കാനം ടൗൺ നമ്മൾ കഴിഞ്ഞു. സോ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാനാണ് പ്ലാന്. ആക്ച്വലി മറ്റേ വഴി കുറച്ച് ലോങ് ആണ്, അതുപോലെ തന്നെ എത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം സമയം 4:30 ആവാറായി. സോ അതുകൊണ്ട് തന്നെ വന്ന വഴി തന്നെ വിടാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണിപ്പം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. സോ ഫാർ സോ ഗുഡ്. വണ്ടി 141 കിലോമീറ്ററായി വീട്ടിൽ നിന്ന് ഇന്ന്. സോ ഇവിടെയാണ് നമ്മൾ നേരത്തെ മഴ പെയ്തപ്പോൾ ഇവിടെ കയറിയിരുന്നത്. സോ ഇങ്ങോട്ട് മഴയില്ല, പക്ഷെ നല്ല അടിപൊളി തണുത്ത കാറ്റും തണുത്ത ക്ലൈമറ്റും ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ്. ഒരു ചായ കുടിക്കാം ഗൈസ്, നല്ല തണുപ്പും. In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. Where humanity is augmented to achieve what was once thought impossible. Welcome to the age of cybernetics.
സോ അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ഒറ്റ പറപ്പീരായിരുന്നു. സോ ഇവിടെ ചെറുതായിട്ടൊരു ഡ്രിസലിംഗ് ഉണ്ട്. ഒരുപാടെന്ന് പറയാനില്ല, ചെറിയൊരു ഡ്രിസലിങ്. ഇവിടെ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തന്ന വഴിയാണ്. സോ സെയിം റൂട്ടിൽ കൂടെ തന്നെ വന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കോട്ടയം വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ചുറ്റാണ്. മഴ പിന്നെയും തുടങ്ങി. നമ്മൾ പൊൻകുന്നൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. പൊൻകുന്നം എത്താൻ പോകുന്നേ ഉള്ളൂ. ഐ തിങ്ക് അറൗണ്ട് ഒരു 10 kilometers മോർ ടു പൊൻകുന്നം. നമ്മൾ നിലവിൽ കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞപ്പോൾ നമ്മൾ പൊൻകുന്നത്തേക്ക് തിരിയണം. പൊൻകുന്നത്തുനിന്ന് പാലായിലോട്ടുള്ള വഴിയിലോട്ട് നമ്മൾ കയറി. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ഇവിടെ ഒരുപാട് മഴ ഉണ്ട്. മഴ തൂളുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുത്തു. എൻ്റെ ഗോപ്രോയിൽ ബാറ്ററി കുറച്ച് ലോ ആണ്. ചിലപ്പോൾ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. പാല നമ്മൾ ബൈപ്പാസ് ചെയ്തു. നമ്മൾ രാവിലെ വന്ന അതേ ഷോർട്ട് കട്ടിൽ തന്നെ തിരിച്ചു കയറി. സോ ഫാർ സോ ഗുഡ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടിക്ക് ഇത്രയും മഴയത്ത് വണ്ടി ഓടിയിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നേരെ കുറവലിങ്ങാട്ടേക്കുള്ള വഴിയിലോട്ട് കയറി. ഇവിടെ ഉണ്ടല്ലോ, നേരത്തെ നല്ല അടിപൊളി മഴ പെയ്തിട്ട് പോയ ലക്ഷണമുണ്ട്. നല്ല പോലെ വെറ്റാണ്, അതായത് റോഡൊക്കെ നല്ല പോലെ വെറ്റാണ്. ഗോപ്രോയുടെ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും ഓഫാകാം. സോ ഇൻ കേസ് ഓഫ് ആവുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എക്സാക്ട്ലി എത്ര കിലോമീറ്റർ ഓടി എത്ര കാര്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് ഇട്ടേക്കാം ഗൈസ്. വീടിനടുത്ത് എത്താറായി. സോ ഇതുവരെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 222.2 കിലോമീറ്ററാണ് നമ്മൾ വണ്ടി ഓടിച്ചു ടോട്ടൽ. ഇപ്പം വീടെത്തിയില്ല. വീടെത്തുന്ന പറയാൻ എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. 222.2 കിലോമീറ്റർ നമ്മൾ വീടെത്തുമ്പോഴത്തേക്ക് ആകും. ആൻഡ് ഇന്നത്തെ ട്രിപ്പ് വളരെയധികം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു. ഐ റിയലി എൻജോയ് ദിസ് ട്രിപ്പ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ ട്രിപ്പിൽ നിന്ന് തോന്നിയെന്ന്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ, അതുപോലെ തന്നെ 360 വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യാം. ഒരുപാട് വീഡിയോ ലോങ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗായ്സ്. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video. Till then, take care. Bye bye guys.